നമസ്കാരം. നമുക്ക് ഓരോ സമയത്ത് ഓരോ നിയോഗങ്ങളുണ്ടാകും. ചില നിയോഗങ്ങൾ കുമിള് പോലെ വന്നിട്ട് അങ്ങ് പോകും. നമ്മൾ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് വളർന്നു വരികയും അത് പെട്ടെന്ന് അടപടലം പോകുന്നതുമായ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് രാഹുലിനെ നന്നാക്കാൻ വേണ്ടിയും നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും യുവതികൾക്കും ചില ആൺ സുഹൃത്തുക്കൾക്കും വേണ്ടി പടപൊരുതാൻ വന്ന നവോത്ഥാന നായിക ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം തേടിപ്പോകേണ്ട അവസ്ഥ. 3 വർഷത്തിന് മുമ്പ് തൊട്ടേ, MLA ആവുന്നതിന് മുമ്പ് തൊട്ടേ രാഹുൽ മാങ്കൂട്ടവുമായി എനിക്ക് നല്ല ബന്ധമായിരുന്നു. പാർട്ടിക്കാരൻ എന്ന നിലയിലോ ഏതോ രീതിയിൽ ഞാൻ പരിചയപ്പെട്ടാണ്. ആ പരിചയപ്പെട്ട രീതിയൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പരിചയപ്പെട്ടു. ഞങ്ങൾ തങ്ങൾ ഇങ്ങനെയൊക്കെ വാട്സപ്പിലൊക്കെ ഓരോ സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു. പലതും എന്നെ അപ്പോൾ ഇക്കിളിപ്പെടുത്തിയ സാധനങ്ങളാണ്. ഉറക്കം കിട്ടാത്ത രാത്രികളിൽ ഉറങ്ങാനുള്ള ചില ഡോസുകളൊക്കെ അയാൾ എനിക്ക് തന്നിട്ടുണ്ട്. അയാൾക്ക് ഉറക്കം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് അയാൾ ഒരു ദിവസം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം, അതിനുവേണ്ടി ഹോട്ടലിൽ പോകാം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകാമെന്നൊക്കെ ആവശ്യപ്പെട്ടത്. അപ്പോൾ എനിക്ക് അതിനകത്തോടെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ആയിട്ട് അയാളോടൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പണി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പല സുഹൃത്തുക്കളുമായി ഇയാൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുള്ളതായി കാണുന്നു. അവരോട് ഇയാൾ ഇങ്ങനെ പറഞ്ഞായിട്ട് തോന്നുന്നു. പിന്നെ എൻ്റെ ചില ആൺ സുഹൃത്തുക്കൾക്ക് ഇയാൾ കാരണം ബുദ്ധിമുട്ടുണ്ടാകും. ആ ആൺ സുഹൃത്തുക്കൾ ആരാണെന്നാണ് ഇപ്പോഴും പിടികിട്ടാത്തത്. അതൊരു പക്ഷേ DYFIയിലെയോ SFIയിലെയോ നേതാക്കന്മാരാണോ എന്നറിയില്ല. ചാനൽ ചർച്ചയിലൊക്കെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെയൊക്കെ കമഴ്ത്തി അടിക്കുന്ന കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടോ വിഷമോ ആയിരിക്കാം ഈ യുവതിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്. പിന്നീട് എന്തായിരുന്നു സംഭവം? കഴിഞ്ഞ മാസം 15-ാം തീയതി തൊട്ട് ഭയങ്കര പണിയല്ല നടത്തിക്കൊണ്ടിരുന്നത്. ഭയങ്കര പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര പണി. എരിവും പുളിയും വന്നു വേണ്ട സകല സാധനങ്ങൾ ഓരോ ചാനൽ ചർച്ച, റീൽസ്, അഭിമുഖങ്ങൾ, പാൽപ്പായസം കൊണ്ടുള്ള പാൽപ്പായസ ഉദ്ഘാടനം, ഓണം റീല് തകൃതിയായിട്ട് പോകുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്കൊരാഗ്രഹം. എന്താണ് ആഗ്രഹം എന്നറിയോ? ഒക്കെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കണം. ഞാൻ പറഞ്ഞിട്ടത് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ മത്സരിക്കുന്നതായിരിക്കും നല്ലത്. KK ചോദിച്ചാൽ ഒരു സീറ്റ് ചിലപ്പോൾ കൊടുക്കും. അതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അതല്ലെങ്കിൽ CPM ഇയാൾ എടുത്തിട്ട് നമ്മുടെ ഏതെങ്കിലും സീറ്റിൽ ഏതെങ്കിലും ഒരു വലിയ നേതാവിനെതിരെ, അത് നല്ലത് നമ്മുടെ ഈ VD സതീശനെതിരെ മത്സരിപ്പിക്കാനാണ് നോക്കേണ്ടത്. കാരണം കൂടുതൽ റീൽസും കൂടുതൽ റേഞ്ചുള്ള ഒരു കഥാപാത്രമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മാറും. സരനെ കണ്ടില്ലേ, സരൻ്റെ കൂട്ടുള്ള ഒരാളായി മാറും. അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ എന്തുകൊണ്ട്, അതായത് ശനിയാഴ്ച ദിവസം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോയില്ല? പേടിച്ചാണോ? അവിടെ പോലീസുകാർ ചെല്ലരുതെന്ന് പറഞ്ഞോ? ഇങ്ങനെ പല അഭ്യൂഹങ്ങൾ നടക്കുകയാണ്. ചെല്ലാത്തതിന് മതിയായൊരു കാരണമുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചെല്ലാത്തതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുന്ന സമയത്താണ് മറ്റേ പല കാര്യങ്ങളും അറിയുന്നത്. അപ്പോഴാണ് വേറൊരു കൂട്ടർ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു KPCC അച്ചടക്ക സമിതി ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് 2 ദിവസത്തിൽ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സസ്പെൻഷൻ മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിക്കാൻ പോകുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കമ്മിറ്റിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ശ്രീമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അല്പം മുമ്പ് വിളിച്ചിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഞാനൊരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, ഞാൻ ആ കമ്മിറ്റിയിൽ ഞാനില്ല. ഇപ്പം എന്തൊക്കെ റിപ്പോർട്ടുകൾ ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഞാനല്ല അതിൻ്റെ ആൾ, എനിക്ക് ആ കമ്മിറ്റിയായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് ചെയ്തത്. KPCC നടത്തിയ സമാന്തര അന്വേഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയതായിട്ടാണ് പുറത്തു വരുന്ന വാർത്ത. അതിനെ വെച്ചുകൊണ്ടാണ് അത് അച്ചടക്ക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്ന് വിചാരിച്ച് കൊടുത്തു. അദ്ദേഹം ഒരു മീറ്റിംഗിലിരിക്കുമ്പോൾ തന്നെ സംസാരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് മറ്റൊരു സത്യസന്ധമായ റിപ്പോർട്ട് ചെയ്യാവുന്നൊരു കാര്യം. പിന്നെ ശനിയാഴ്ച രാവിലെ തൊട്ട് വെളുപ്പാങ്കാലം തൊട്ട് BJPയുടെ നേതാക്കന്മാരും അവിടുത്തെ പഴയ സ്ഥാനാർത്ഥിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പോയി സമരം ചെയ്തു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, വെള്ളിയാഴ്ച രാത്രിയിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA ഓഫീസ് അവിടെ വർക്ക് ചെയ്തിരുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിന് വെളുപ്പിന് 4 മണി തൊട്ട് അവിടെ പോയി സമരം ചെയ്തത് എന്താണ് അതിൻ്റെ ആവശ്യം? ആ സമരം ചെയ്തവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ ഭാര്യയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഭർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ ഭാര്യമാർ പുറത്തു വരും. നമ്മൾ കണ്ടാണ് നമ്മുടെ സരിൻ്റെ ഭാര്യ ഇറങ്ങി വന്ന കാര്യം. ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും വനിതകളെ കൂട്ടിക്കൊണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അവിടെയാണ് ചോദ്യം. ഇവരുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. പച്ചയ്ക്ക് പറഞ്ഞാൽ 10 വോട്ട് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭം അലസിപ്പിച്ച് നോക്കുക,
മറ്റൊരു പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോയി ഇവർ ഈ പറയുന്ന പോലെ ബാംഗ്ലൂരിൽ കൊണ്ട് ഗർഭം അലസിപ്പിച്ചെന്ന് വെക്കുക. ആ പെൺകുട്ടി അവരുടെ ബന്ധുക്കളോട് ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത് ഗർഭവതിയാക്കിയ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഈ ഗർഭം അലസിപ്പിച്ചെന്ന് വെക്കുക. ഇവർക്കൊക്കെ നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമരം ചെയ്യുന്നതാണ് എൻ്റെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ് ഈ ചാനലുകാരോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആർക്കെങ്കിലും നിയമമോ നീതി വാങ്ങിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഉണ്ടേ എങ്കിൽ അടിവരയിട്ട് പറയുന്നു, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. മാത്രമല്ല, ലോകത്തൊരാളിനും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ പറഞ്ഞേ. ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നു, ആ ഗർഭം നേരെ അലസിപ്പിക്കാൻ ബാംഗ്ലൂരിൽ പോകുന്നു. അപ്പോൾ അലസിപ്പിച്ച് ഇങ്ങോട്ട് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇയാൾ അറിയുന്നത് ഇദ്ദേഹം അടുത്തവരടുത്ത് പോയി ഇത് ചെയ്തിട്ടുണ്ട്. ആ ഗർഭം ഈ പെൺകുട്ടിയും ബന്ധുക്കളും വിളിച്ചുകൊണ്ട് പോയി അവിടെ പോയി അതും അലസിപ്പിച്ചു കൊടുക്കുന്നു. സത്യത്തിൽ കഷ്ടമല്ലേ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം എന്നല്ലേ പറയേണ്ടത്? അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ച അവിടെ ചെല്ലില്ല എന്ന് പാർട്ടിയെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. KPCCയുടെ രഹസ്യമായ നിർദ്ദേശവും പാലക്കാട്ടെ ജനങ്ങളുടെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും ഈ വിവരം രാവിലെ അറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും BJPക്കാർ അവിടെ തമ്പടിച്ചിട്ട് പോലും അവിടെ ഒരു കോൺഗ്രസ്സുകാരനും ചെല്ലാഞ്ഞത്. അവിടെ ആളില്ലെങ്കിൽ പിന്നെ നമ്മളവിടെ ചെല്ലേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് അവർ ചെന്നില്ല. എന്തുകൊണ്ട് രാഹുൽ അവിടെ ചെന്നില്ല എന്ന് ചോദിച്ചാൽ, രാഹുൽ അവിടെ ഇറങ്ങുമ്പോൾ BJPക്കാർ സമരം ചെയ്യുന്നു. ആ സമരം ഒരുപക്ഷെ കൈവിട്ടു പോയാൽ അറസ്റ്റോ ലാത്തിച്ചാർജോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും, അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷയും രാജ്യസഭ MPയും ലോകസഭയിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാടിൻ്റെ MP പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വയനാട്ടിൽ കഴിഞ്ഞ 2 ദിവസമായി സന്ദർശനം നടത്തുകയാണ്. വലിയ വാർത്താ പ്രാധാന്യങ്ങളൊന്നുമില്ലാതെ അവർ ഗ്രാമാന്തരങ്ങൾ കയറി ആൾക്കാരെ കാണുകയും ആൾക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും അവരുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് രാഹുലും സ്വയമേയോ പാർട്ടിയുടെ നിർദ്ദേശാനുസരണവുമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ പാലക്കാട്ട് പോകാഞ്ഞത് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന രഹസ്യമായ വിവരം. ഇതുതന്നെയായിരിക്കാം സത്യസന്ധമായ കാര്യം. എന്തായാലും തെളിവില്ല, സാക്ഷികളില്ല, പരാതിക്കാരില്ല, മൊഴിയില്ല, ഒന്നുമില്ല. അപ്പം ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇപ്പോഴും നടക്കുകയാണ് ഗർഭം തേടി. ഗർഭം കാണുന്ന അടൂരിലൂടെ വന്നാൽ ഇഷ്ടംപോലെ ഗർഭം കാണാൻ പറ്റും. അടൂർ നല്ല പ്രമുഖമായ ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കൊക്കെ ഉണ്ട്. അവിടെ ആവശ്യം പോലെ ഗർഭിണികൾ, ആയിരക്കണക്കിന് ഗർഭിണികളാണ് ഒരു ദിവസം വന്നു പോകുന്നത്. ആ ഭാഗത്തൊക്കെ വന്നിങ്ങനെ ക്രൈംബ്രാഞ്ചുകാർ നോക്കുന്നുണ്ട്, ഇത് രാഹുലിൻ്റെ ഗർഭമാണോ എന്ന് നോക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പോലും ഒരിടത്ത് പോലും ഒരു രാഹുലിൻ്റെ ഗർഭം കണ്ടെത്താൻ സാധിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഗർഭമാണ്, വേറെ ഏതെങ്കിലും രാഹുൽമാരുടെ ഗർഭം കാണും. അത് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് പത്തി മടക്കി റിപ്പോർട്ട് ഫൈനലായിട്ട് എഴുതി റഫർ ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പോഴും ഈ പഴയൊരു IPSകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ താങ്കൾക്ക് ഇതൊക്കെ പറയണോ തോന്നുന്നു ആ സമയത്ത് ഇനി വന്നാൽ റീഓപ്പൺ ചെയ്യാം എന്നുള്ള കണ്ടീഷനിൽ കാര്യങ്ങൾ ഏകദേശം ശുഭമായി അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പല പോലീസ് ഓഫീസർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരം. അതുതന്നെ ആയിരിക്കാം സത്യമായ വിവരവും എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ വന്ന് താങ്കൾ പത്രക്കാരെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അറ്റ്ലീസ്റ്റ് താങ്കൾ ഒഫീഷ്യൽ ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള മര്യാദയെങ്കിലും താങ്കൾ കാണിക്കുക. ഈ പ്രതിസന്ധികളെ താങ്കൾ തരണം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴും താങ്കൾ ഈ MLA അതിന് ശേഷം കാണിച്ചു വെച്ച ചില പ്രശ്നങ്ങളുണ്ട്. അത് താങ്കൾക്കും അറിയാം, താങ്കളുടെ പാർട്ടിക്കാർക്കും അറിയാം. താങ്കളുടെ ഒഫീഷ്യൽ നമ്പറിലോ താങ്കളുടെ പേഴ്സണൽ നമ്പറിലോ ഒക്കെ വിളിച്ചാൽ, താങ്കൾക്ക് നേരിട്ടറിയാവുന്ന പാർട്ടിക്കാർ വിളിച്ചാൽ പോലും, താങ്കൾക്ക് വേണ്ടി ഈ പ്രദേശത്ത് നിന്ന് പോലും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പോലും പാലക്കാട്ട് വന്ന് പ്രവർത്തിച്ച പല പാർട്ടി പ്രവർത്തകരും വിളിച്ചാൽ പോലും താങ്കൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അവർക്ക് വേണ്ട അവരെ ഒന്ന് ഗൗനിക്കാൻ, അവരെ ഒന്ന് അറ്റൻഡ് ചെയ്യാനുള്ള മര്യാദ പോലും താങ്കൾ കാണിക്കുന്നില്ല എന്നൊരു പരാതി അവർക്കുണ്ട്. പരാതി ഉള്ളവരെ വേണേൽ താങ്കളുടെ മുമ്പിലേക്ക് നിർത്തി തരാനോ അല്ല അവർ അഭിമുഖം എടുത്തു തരാനോ സാധിക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കിക്കൊണ്ട് മാന്യമായൊരു പ്രവർത്തനമായി മുമ്പോട്ട് പോകാൻ ഒരു ചെറുപ്പക്കാരനാണ് താങ്കൾ. താങ്കളുടെ മുമ്പിൽ ധാരാളം അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നിഷേധിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ സധൈര്യം മുമ്പോട്ട് പോകാൻ മറ്റുള്ള യുവാക്കൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും താങ്കൾ പ്രതിപത്തി ഉണ്ടാകുന്നതിൽ പ്രവർത്തിക്കാൻ മാത്രമേ അഭ്യർത്ഥിക്കുന്നുള്ളൂ. താങ്കളുടെ പാലക്കാട് സന്ദർശനം കാത്തിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.